ഹലോ, ഇന്നത്തെ ടോപ്പിക്ക് ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷൻ ഫ്രം നെഫ്രോൺസ് ആണ്. ഒരു നോർമൽ പേഴ്സണിൽ 100% ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ PCT വഴി തിരിച്ച് റീഅബ്സോർബ് ചെയ്യും. ഇത് പഠിക്കാൻ എളുപ്പമാണ്, കാരണം 3 സ്റ്റെപ്പിൽ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാം. ട്യൂബുലർ ഫ്ലൂയിഡിൽ നിന്ന് എങ്ങനെ സെല്ലിലോട്ട് കയറുന്നു, ട്യൂബുലർ സെല്ലിൽ നിന്ന് എങ്ങനെ ഇൻഡസ്ട്രിഷ്യത്തിലോട്ട് കയറുന്നു, ഇൻഡസ്ട്രിഷ്യത്തിൽ നിന്ന് തിരിച്ചെങ്ങനെ പെരി ട്യൂബുലർ കാപ്പിലറീസിലേക്ക് കയറുന്നു. നമ്മൾ സോഡിയം റീഅബ്സോർപ്ഷൻ പഠിച്ചപ്പോൾ ഓൾറെഡി പഠിച്ചു. PCTയിൽ സോഡിയം റീഅബ്സോർബ് ചെയ്യുന്നതിൻ്റെ കൂടെ സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ വഴി ഗ്ലൂക്കോസും ട്യൂബുലർ സെല്ലിലേക്ക് കയറുന്നുണ്ടെന്ന് പഠിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് സോഡിയത്തിൻ്റെ കൂടെയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത് SGLT2 ആണ്, സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2. അവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് SGLT2 വഴിയാണ്, അതൊരു സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോസും സോഡിയം ട്യൂബുലർ സെല്ലിലെത്തി. ഇനി ഇവർ ഇൻഡസ്ട്രിഷ്യത്തിലോട്ട് എങ്ങനെ എത്തും? സോഡിയം പൊട്ടാസ്യം പമ്പ് ഉപയോഗിച്ചിട്ടാണ് സെല്ലിൽ നിന്ന് ഇൻഡസ്ട്രിഷ്യത്തിലോട്ട് എത്തുന്നത്. ഇനി കൂടെ വന്നിട്ടുള്ള ഗ്ലൂക്കോസ് വേറൊരു ട്രാൻസ്പോർട്ടറായിട്ടുള്ള GLUT2 വഴിയാണ് ഇൻഡസ്ട്രിഷ്യത്തിലോട്ട് എത്തുന്നത്. അവർ നേരത്തെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് അവർ ഇൻഡസ്ട്രിഷ്യത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇവിടെയുള്ള ട്രാൻസ്പോർട്ടർ GLUT2 ആണ്. ഇവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഇത് ഗ്ലൂക്കോസിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിഷ്യത്തിൽ എത്തിയിട്ടുള്ള ഗ്ലൂക്കോസ് ഫൈനലി പെരി ട്യൂബുലർ കാപ്പിലറീസിലോട്ടും അവിടുത്തെ ബ്ലഡിലേക്കും കയറുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന മെക്കാനിസം വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ട്യൂബുലർ ഫ്ലൂയിഡിൽ നിന്ന് ട്യൂബുലർ സെല്ലിലോട്ട് നമ്മൾ കയറിയത് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ട്യൂബുലർ സെല്ലിൽ നിന്ന് ഇൻഡസ്ട്രിഷ്യൽ ഫ്ലൂയിഡിലോട്ട് കയറിയിട്ടുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. ഇനി ഇൻഡസ്ട്രിഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് കാപ്പിലറീസിലോട്ട് കയറിയിട്ടുള്ളത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ടേമിനെ പറ്റി അറിയണം, അതാണ് ട്യൂബുലർ മാക്സിമം ഫോർ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്യൂബുലർ മാക്സിമം ഫോർ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് ഇസ് TMG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നെഫ്രോൺസിനും ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട് ഗ്ലൂക്കോസിനെ റീഅബ്സോർബ് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ ട്യൂബുലർ മാക്സിമം ഫോർ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ക്യാൻ ബി റീഅബ്സോർബ്ഡ് കംപ്ലീറ്റ്ലി ഫ്രം ദ ഫിൽട്രേറ്റ് ഓൺലി അപ് ടു ദിസ് ട്യൂബുലർ മാക്സിമം ഫോർ ഗ്ലൂക്കോസ്. അതിൻ്റെ വാല്യൂ 375 mg/min ആണ് മെയിൽസിന് ആൻഡ് 300 mg/min ആണ് ഫീമെയിൽസിന്. നമ്മൾ കൂടുതൽ എടുക്കുന്ന വാല്യൂ 375 mg/min ആണ്. ഇനി അവരുടെ റീഅബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ, നമുക്കറിയാം റീഅബ്സോർപ്ഷനുള്ള കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യാതെ ആ എക്സ്ട്രാ ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവാനാണ് ചാൻസ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്നത്. So when glucose concentration exceeds TMG, it will be excreted through urine and that is known as glucosuria. ഓക്കെ, ഇനി ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്പ്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സ്പ്ലേ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്പ്ലേനെ പറ്റി പറയുമ്പോൾ ആദ്യം അറിയുന്നത് റീനൽ ത്രഷോൾഡാണ്. അപ്പോൾ എന്താണ് റീനൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം റീനൽ ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ ഏത് പ്ലാസ്മ വാല്യൂ ഓഫ് ഗ്ലൂക്കോസിന് ശേഷമാണ് ഗ്ലൂക്കോസ് യൂറിനിൽ ഫസ്റ്റ് വരുന്നത്, അതാണ് റീനൽ ത്രഷോൾഡ്. നമ്മൾ കോമൺലി അത് പറയുന്നത് 180 mg/dL ആണ്. അതായത് 180 mg/dL കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ പിന്നെ അത് മാക്സിമം ലിമിറ്റിനേക്കാൾ കൂടുതലായി. അപ്പോൾ 180 mg/dL കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവും. അതിനേക്കാൾ കുറവാണെങ്കിൽ ആ ഗ്ലൂക്കോസിനെയൊക്കെ നമുക്ക് തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ റീനൽ ത്രഷോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണിത് TMG/GFR × 100. തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 300 mg/dL ആണ്. അത് ആർട്ടീരിയൽ ബ്ലഡിൽ 300 mg/dL വീനസ് ബ്ലഡിൽ 200 mg/dL ആണ് വരുന്നത്. അതായത് തിയററ്റിക്കലി, ഇത് ശ്രദ്ധിക്കണം, ഇതൊരു തിയററ്റിക്കൽ വാല്യൂ ആണ് ഈ 300 എന്ന് പറയുന്നത്. അതായത് തിയററ്റിക്കലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്ലാസ്മ ഗ്ലൂക്കോസിൻ്റെ വാല്യൂ 300ൽ കൂടിയാൽ മാത്രമേ ഗ്ലൂക്കോസ് യൂറിനിൽ വരുള്ളൂ എന്നാണ്. പക്ഷെ നമുക്കറിയാം ആക്ച്വലി എന്താ നടക്കുന്നത്, 180 mg/dL കഴിയുമ്പോൾ തന്നെ ഗ്ലൂക്കോസ് യൂറിനിൽ വരും. 180 mg/dL വീനസ് ബ്ലഡിലും 200 mg/dL കഴിയുമ്പോൾ അത് ആർട്ടീരിയൽ ബ്ലഡിലുമാണ് പറയുന്നത്. അപ്പോൾ തിയററ്റിക്കലി 300 കഴിഞ്ഞാലേ ഗ്ലൂക്കോസ് യൂറിനിൽ വരാൻ പാടുള്ളൂ. പക്ഷെ നമുക്കറിയാം ആക്ച്വലി 180 കഴിയുമ്പോൾ തന്നെ ഗ്ലൂക്കോസ് യൂറിനിൽ വരുന്നുണ്ട്. ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ തിയറി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 മില്യൺ നെഫ്രോൺസിൻ്റെ ആവറേജ് വാല്യൂ ആണ്. കാരണം അതായത് നമ്മൾ TMG 375 എന്ന് പറഞ്ഞല്ലോ, അത് ഓരോ നെഫ്രോൺസിൻ്റെയും TMG 375 അല്ല, അത് എല്ലാ 2 മില്യൺ നെഫ്രോൺസിൻ്റെ ആവറേജ് വാല്യൂ ആണ് 375 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഡിഫറൻസ് വരുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് TMG ഇസ് നോട്ട് സെയിം ഇൻ ഓൾ ദ റീനൽ ട്യൂബ്യൂൾസ്. ഒരു നെഫ്രോണിൻ്റെ TMG എന്ന് പറയുന്നത് 375 കൂടുതലോ കുറവോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, കുറച്ച് നെഫ്രോൺസിന് 375 ലോവർ വാല്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവരുടെ ഗ്ലൂക്കോസ് റീഅബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ തീരെ കുറവായിരിക്കും. അങ്ങനെ തീരെ കുറവായിട്ടുള്ള നെഫ്രോൺസ് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് റീഅബ്സോർപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ എക്സ്ട്രാ ഗ്ലൂക്കോസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആകും. അങ്ങനെയാണ് നമ്മൾ തിയററ്റിക്കലി പ്രതീക്ഷിച്ച വാല്യൂവിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ്, നമ്മൾ തിയററ്റിക്കലി പ്രതീക്ഷിച്ചത് 300 ആയിരുന്നു, പക്ഷേ ആക്ച്വലി 180 കഴിയുമ്പോൾ തന്നെ ഗ്ലൂക്കോസ് യൂറിനിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ്. TMG വാല്യൂ എല്ലാ റീനൽ ട്യൂബ്യൂൾസിലും സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സം നെഫ്രോൺസ് വിത്ത് ലോവർ TMG എക്സ്ക്രീറ്റ് ഗ്ലൂക്കോസ് ഇൻ ടു യൂറിൻ ബിഫോർ അതേഴ്സ് ഹാവ് റീച്ച്ഡ് ദെയർ ട്രാൻസ്പോർട്ട് മാക്സിമം. സോ ദീസ് നെഫ്രോൺസ് വിത്ത് ലോവർ TMG will leak the glucose into urine at plasma glucose level below the calculated threshold. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ X ആക്സിസിൽ പ്ലാസ്മ ഗ്ലൂക്കോസും Y ആക്സിസിൽ നമ്മൾ ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ഐഡിയൽ കർവ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ കാണാം, ഇവിടുത്തെ ഐഡിയൽ കർവ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ലൈനിൽ കാണുന്നതാണ്. അതെന്താ കാണുന്നത്, ഇറ്റ് ഇസ് ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. TMG എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ റീഅബ്സോർപ്ഷൻ ഇല്ല, പിന്നെ ഫർദർ ഗ്രാഫ് മുകളിലേക്കല്ല പോകുന്നത്, ഗ്രാഫ് സാച്ചുറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഐഡിയൽ ഗ്രാഫ്, തിയറിറ്റിക്കൽ വാല്യൂ അനുസരിച്ചിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 300 ഒരുപാട് കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രീൻ കളർ ലൈനിൽ കാണുന്നതാണ്. അപ്പോൾ ആക്ച്വൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം TMG വളരെ കുറവ് ലെവലിൽ തന്നെ അത് സാച്ചുറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ, ആ കർവിൽ വന്നിട്ടുള്ള നമ്മുടെ ആക്ച്വൽ ഗ്രാഫ് ഐഡിയൽ ഗ്രാഫിൽ നിന്ന് കാണിക്കുന്ന ആ ഡീവിയേഷനെ ആണ് നമ്മൾ സ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഗ്രാഫ് ഇസ് പ്ലോട്ടഡ് വിത്ത് പ്ലാസ്മ ഗ്ലൂക്കോസ് on x-axis, an amount of glucose is reabsorbed is marked on y-axis. Actual curve appears rounded. Actual curve എങ്ങനെയാണ് നമ്മൾ കണ്ടത്, റൗണ്ട് ആയിട്ടാണ് കണ്ടത് അല്ലേ. ആക്ച്വൽ കർവ് നമ്മളിവിടെ റൗണ്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് ദിസ് ഡീവിയേറ്റ്സ് ഫ്രം ദ ഐഡിയൽ കർവ്. സോ ഈ ഡീവിയേഷനെയാണ് നമ്മൾ സ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐഡിയൽ കർവ് എന്ന് പറയുന്നത് TMG എത്തിക്കഴിഞ്ഞ് പിന്നെ ഫർദർ സാച്ചുറേറ്റ് ചെയ്യും. പക്ഷേ ആക്ച്വൽ ഗ്രാഫ് എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ താഴെയുള്ളൊരു ലെവലിലാണ് വരുന്നത്. ആക്ച്വൽ ഗ്രാഫ് റൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഡീവിയേഷനാണ് നമ്മൾ സ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷൻ. താങ്ക് യു.